തൃശ്ശൂർ മാജിക്കിന് വേണ്ടി എല്ലാ മത്സരത്തിലും ഒരു ഗോൾ ഒരു മാജിക്കിലൂടെ വരും. അത് ഏത് വഴിയാണ് വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. പൊതുവേ ഒരു ഡിഫൻഡർ ആയിരിക്കും. ഇത്തവണയും പതിവ് തെറ്റിയില്ല. ആ സമനില ഗോൾ പൊതുവേ വിജയ ഗോളാണ്, ഒരു ഗോൾ മതി. ഇന്ന് ആ സമനില ഗോൾ വന്നത് ഈ കരുത്തനായ ഡിഫൻഡറിൻ്റെ കയ്യിൽ നിന്നാണ്. വിപിൻ അജയൻ, കൺഗ്രാജുലേഷൻസ്. ആ ഗോൾ ടീമിനെ തലപ്പത്തെത്തിച്ചു. പോയിന്റ് പട്ടികയിൽ 5 റൗണ്ട് അവസാനിച്ചപ്പോൾ എങ്ങനെ തോന്നുന്നു? ജയം അല്ലെങ്കിൽ ഒരു സമനിലയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമുക്ക് അങ്ങനെ ഒരു ഗോൾ അടിക്കാൻ പറ്റി. നമ്മുടെ കോച്ച് പറഞ്ഞു ഡിഫെൻഡിങ് വേണ്ട, ഇനി നമ്മൾ ഏതായാലും ഒരു ഗോളിന് തോറ്റിക്കുമല്ലേ, അപ്പോൾ നമ്മൾ ഫുൾ അറ്റാക്കിങ്ങിലേക്ക് പോയി. അങ്ങനെ ഒരു ബോൾ നമ്മുടെ തലയിൽ വന്നത് ഹെഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ടീമൊന്ന് ബൂസ്റ്റായി. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ നോക്കുവാണെങ്കിൽ ഇതിന് മുമ്പത്തെ കളി കൊച്ചിയിൽ വെച്ചും പുറകിൽ നിൽക്കുമായിരുന്നു. അന്ന് തിരിച്ചു പിടിക്കാൻ ബിബിന്റെ പാസിൽ നിന്നാണ് ആസിഫ് ഗോൾ അടിച്ചത്. അതായത് ടീം പുറകിൽ നിൽക്കുമ്പോൾ രക്ഷിക്കാൻ ബിബിൻ എന്തുകൊണ്ടെന്നാണോ? നമുക്ക് അങ്ങനെയല്ല, നമ്മുടെ ടീം ജയിക്കണം, നമുക്കൊരു റിസൾട്ട് കിട്ടണം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഒത്തൊരുമയോടെയാണ് നമ്മുടെ ടീം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് കളിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ടീം ജയിക്കണം, അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസ് ആണ് തൃശ്ശൂരിൻ്റെ. നിങ്ങൾ ഇതുവരെ 2 ഗോൾ മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇന്നാണ് ഒരു ഗോൾ കൺസിഡർ ചെയ്തത്. ആദ്യം ഒരു ഗോൾ കൺസിഡർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ആ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ? പ്രത്യേകിച്ച് കമാലുദ്ദീൻ ഇനി പോവുകയാണ് ദേശീയ ടീമിലേക്ക്. അപ്പോൾ അവിടെ ഒരു വിടവ് വരത്തില്ലേ? എങ്ങനെയാണ് അതിനെ നിങ്ങൾ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇന്ന് നമ്മുടെ ക്യാപ്റ്റൻ ഇല്ലായിരുന്നു, അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. പക്ഷെ നമ്മൾ എന്നാലും ബാക്ക് ലൈൻ ഒന്നുകൂടെ സ്ട്രോങ് ആയി നിൽക്കാൻ, ഒന്നുകൂടെ ഒത്തൊരുമിച്ച് ഒന്ന് ഡിഫെൻഡ് ചെയ്യും. ഇനി ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അതായത് തൃശ്ശൂർ ആദ്യമായി സൂപ്പർ ലീഗ് കേരള പന്തൂരിലാകാൻ പോവുകയാണ്. നിങ്ങളുടെ അടുത്ത മത്സരം ഹോം മത്സരമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? അവിടെ എല്ലാവരും വരിക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ തൃശ്ശൂരിന് ഞങ്ങളവിടെ ഹോം ഗ്രൗണ്ടാണ്, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് 1ാം സ്ഥാനക്കാരെ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായും ഫാൻസ് ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.